ഷാർജ മാസിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ച അനുസ്മരണ യോഗം ചേർന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടി. രാഷ്ട്രീയ കേരളത്തിലും പ്രവാസികൾക്കുമായി വി.എസ്. നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഓർമ്മിച്ചായിരുന്നു അനുസ്മരണം നടത്തിയത്. ഷാർജ മാസ് ആക്ടിംഗ് പ്രസിഡന്റ് പ്രമോദ് പടിക്കെ അധ്യക്ഷത വഹിച്ചു. മാസ് ജനറൽ സെക്രട്ടറി ബിനു കോറം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ആലംബഹീനരുമായ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഊന്നൽ കൊടുത്ത ഒരു പോരാളിയുടെ ഭൗതിക ശരീരം ഇന്ന് തന്റെ ഗുരു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ വ്യത്യസ്തത പുലർത്തുന്നുവെങ്കിലും തന്നെ സ്നേഹിക്കുന്ന, തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സ് അതെപ്പോഴും കേരള മനസ്സുകളിലുണ്ട് എന്ന കാര്യത്തിൽ ആശംസമില്ല. അദ്ദേഹത്തിന്റെ ഈ ദേഹവിയോഗം സാധാരണക്കാരുടെ, കർഷക തൊഴിലാളികളുടെ, സ്ത്രീജനങ്ങളുടെ വലിയ നഷ്ടമായിയാണ് കാണുന്നത്. അച്യുതാനന്ദൻ എന്നും വർഗീയതയ്ക്കെതിരായിരുന്നു. ഇന്ന് കേരളം വീണ്ടും ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന വല്ലാത്തൊരു ചിന്തകൾ നമ്മളെ ഭരിക്കുന്ന സമയത്ത് അച്യുതാനന്ദന്റെ സമരവീര്യം, അച്യുതാനന്ദന്റെ സന്ധിയില്ലാത്ത വർഗീയതയോടുള്ള സമരം, അതിനെതിരെയുള്ള പഠിപ്പിക്കലുകൾ, ആ ജീവിതം നമുക്ക് മുമ്പിൽ എന്നും വഴികാട്ടിയായി. സന്ധിയില്ലാത്ത സമരം വർഗീയതയോട് ചെയ്ത് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് അച്യുതാനന്ദന്റെ ജീവിതത്തിലൂടെ കാണിച്ചതുപോലെ ആ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഷാർജയിലെ മുഴുവൻ മലയാളികളും ഒന്നാണെന്നുള്ള പാഠം പഠിക്കുവാൻ, അത് നേരിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അച്യുതാനന്ദന്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാർഗനിർദ്ദേശം നൽകും. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. 15-ാമത്തെ വയസ്സിൽ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെത്തി. പിന്നീട് കൃഷ്ണപിള്ളയുടെ കൈപിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും കടന്നു വന്നു. യോഗത്തിൽ NDV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജിബി ബേബി, ട്രഷറർ ഷാജി ജോൺ, ഭരണമുന്നണി ജനറൽ കൺവീനർ രാജേഷ് നെട്ടൂർ, അജ്മാൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ഗിരീഷ്, അഡ്വക്കേറ്റ് വയ്യ റഹീം, ഇൻകാസ് UAE ജനറൽ സെക്രട്ടറി SM ജാബിർ, പൊന്നക്കൽ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകളാണ് അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തത്. NTV ഷാർജ.